ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ PX നെറ്റ്വർക്കിൽ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സ്ട്രൈക്ക് എന്ന് പറയുന്ന പുതിയ ഒരു ഫീച്ചർ ആണ് നമ്മുടെ PX നെറ്റ്വർക്കിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് സ്ട്രൈക്ക് എന്നും ഇതിലൂടെ എങ്ങനെ നമുക്ക് ഒരുപാട് ബോണസ് ഏൺ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുകയും നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു PX നെറ്റ്വർക്കിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ PX നെറ്റ്വർക്കിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവർക്കായിട്ട് ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഇവിടെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ PX നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ഫ്യൂച്ചർ ഇനേബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ PX നെറ്റ്വർക്കിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജിൽ തന്നെ ആയിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ബേസ് റേറ്റ്, മറ്റൊന്ന് റിവാർഡ്സ്, പിന്നെ സ്ട്രൈക്ക് ബോണസ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറും കാണാൻ പറ്റും. ഇതിൽ ബേസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന്റെ നേരായിട്ട് കാണാൻ പറ്റും 0.0108 എന്ന് കാണാൻ പറ്റും. പെർ ഹവർ PX പെർ ഹവർ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ബേസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എത്ര ആൾക്കാർ മൈനിങ് ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ബേസ് റേറ്റ് സെയിം ആയിരിക്കും. അതായത് ഓരോ മണിക്കൂറിലും, അതായത് PX പെർ ഹവർ കണ്ടാൽ നിങ്ങൾ ഓരോ മണിക്കൂറിലും 0.0108 PX കോയിൻ ആണ് എല്ലാവർക്കും ഒരു മണിക്കൂറിൽ മൈനിങ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ബേസ് റേറ്റ് കേട്ടോ. ഈ ബേസ് റേറ്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും. പിന്നെ രണ്ടാമത് കാണുന്നതാണ് റിവാർഡ്സ്. റിവാർഡ്സിന്റെ നേരെ നോക്കി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇവിടെ 18.6183 PX കോയിൻ ആണ് ഓരോ മണിക്കൂറിലും എനിക്ക് ഇവിടെ മൈനിങ് ചെയ്യാൻ പറ്റുന്നത്. ഈ റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസിലൂടെ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആണ് ഇവിടെ റിവാർഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മറ്റാരെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മൈനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിവാർഡ്സിന്റെ നേരെ ആയിട്ട് ഒരു എമൗണ്ട് കാണിക്കും. ഇനിയിപ്പോ നിങ്ങൾ റെഫർ ചെയ്തിട്ട് അവര് മൈനിങ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 0 ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ ആരെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മൈനിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കുക. ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് മൈനിങ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതും കഴിഞ്ഞാൽ മൂന്നാമതാണ് നമുക്ക് സ്ട്രൈക്ക് ബോണസ് എന്ന് പറയുന്ന പുതിയ ഒരു ഫ്യൂച്ചർ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു സ്ട്രൈക്ക് ബോണസിന്റെ നേരായിട്ട് നമുക്ക് 0 PX പെർ ഹവർ എന്നാണ് കാണുന്നത് അല്ലെ. നിങ്ങൾ ആ ഒരു സ്ട്രൈക്ക് ബോണസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രൈക്ക് ബോണസിന്റെ കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താണ് സ്ട്രൈക്ക് ബോണസ് എന്ന് നോക്കാം. ഈ സ്ട്രൈക്ക് എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഡേ എന്ന് എടുക്കാം. ഇപ്പൊ ഇന്ന് നിങ്ങൾ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു സ്ട്രൈക്ക് കംപ്ലീറ്റ് ആയി എന്നാണ്. നിങ്ങൾ രണ്ടാമത്തെ ദിവസവും മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രൈക്ക് 2 കംപ്ലീറ്റ് ആയി എന്നാണ്. നിങ്ങൾ മൂന്നാമത്തെ ദിവസവും മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ മൂന്നാമത്തെ സ്ട്രൈക്ക് കംപ്ലീറ്റ് ആയി എന്നാണ്. അപ്പോ നിങ്ങൾ ഓരോ ദിവസം മൈനിങ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്ട്രൈക്ക് കൂടി വരികയാണ് ചെയ്യുക. ഓരോ ദിവസത്തെയും വെച്ച് നോക്കുമ്പോൾ ഒരു ഡേക്ക് ഒരു സ്ട്രൈക്ക് വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി വേറെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ദിവസം ഇപ്പൊ 10 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൈനിങ് ചെയ്തു. അതിനുശേഷം 11ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ മൈനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 12ാമത്തെ ദിവസമാണ് മൈനിങ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സ്ട്രൈക്ക് ബോണസ് നിങ്ങൾ വീണ്ടും ആദ്യക്കെന്നാണ് സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും കറന്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു തീയിന്റെ ഒരു ലോഗോ ഉണ്ടോ, അതാണ് സ്ട്രൈക്കിന്റെ ലോഗോ കേട്ടോ ഇതിനകത്ത്. അപ്പൊ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കറന്റ് സ്ട്രൈക്കിന്റെ നേരായിട്ട് 2 എന്ന് കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്ട്രൈക്കിന്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ 2ാമത്തെ ദിവസമാണ് മൈനിങ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ നിലവിൽ ഇവിടെ 2 സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 ദിവസം ഞാൻ മൈനിങ് ചെയ്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിന് തൊട്ടുതായി കാണാൻ പറ്റും കീപ് ഗോയിങ് ടു അൺലോക്ക് യുവർ നെക്സ്റ്റ് ബോണസ്. അതിന് തൊട്ടുതായിട്ട് കാണാൻ പറ്റും 2 സ്ട്രൈക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് 60 സ്ട്രൈക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് +0.010 PX പെർ ഹവർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ 60 സ്ട്രൈക്ക് കംപ്ലീറ്റ് ആക്കിയാലാണ് നമുക്ക് അടുത്ത ബോണസ് അൺലോക്ക് ആകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ 60ല് 2 സ്ട്രൈക്ക് എന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രൈക്കുകൾ നമ്മൾ 60 എണ്ണം
തുടർച്ചയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവല് ബോണസിലേക്ക് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടക്ക് നമ്മളിപ്പോ ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മൈനിങ് ചെയ്തു, അല്ലെങ്കിൽ 10 സ്ട്രൈക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈനിങ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആദ്യക്കെന്നാണ് മൈനിങ് സ്റ്റാർട്ട് ആകുക. മറന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്ക് ബോണസ് ഫസ്റ്റിൽ നിന്നാണ് വരിക. അല്ലാണ്ട് നമ്മൾ സാധാ മൈനിങ് ചെയ്യുന്ന ഭാഗത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മെയിൻ ഭാഗത്ത് നമുക്ക് അവിടെ കോയിൻസ് കാണിക്കും. പക്ഷെ ഈ ഒരു ഓഫർ വരുന്നത് നമ്മുടെ സ്ട്രൈക്ക് ബോണസിലാണ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് ബോണസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് ബോണസ് 0-ൽ നിന്ന് വീണ്ടും ആദ്യം സ്റ്റാർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും 30 സ്ട്രൈക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 30 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദിവസം മുടങ്ങാതെ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0.003 PX കോയിൻ ആണ് ഓരോ മണിക്കൂറും നമുക്ക് സ്പീഡായിട്ട് കിട്ടുന്നത്, അതായത് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ 60 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 0.010 PX ആണ് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും എക്സ്ട്രാ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള സ്ട്രൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90 സ്ട്രൈക്ക്, 150 സ്ട്രൈക്ക്, 365 സ്ട്രൈക്ക്, 730 സ്ട്രൈക്ക്, അങ്ങനെ ഒരുപാട് സ്ട്രൈക്കുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ നിങ്ങൾക്ക് ഒരുപാട് ബോണസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു ഫ്യൂച്ചർ ആണ് ഇപ്പൊ നിലവിൽ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫ്യൂച്ചർ കൊണ്ട് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രൈക്ക് ബോണസിലൂടെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രൈക്ക് ബോണസിനെ മാത്രമേ ഇത് ബാധിക്കുള്ളൂ, അല്ലാണ്ട് നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് മൈനിങ് ചെയ്യുന്ന കോയിൻസ് ഉണ്ടല്ലോ അതിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മെയിൻ ആയിട്ട് കിട്ടുന്ന ആ ഒരു കോയിൻസ് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ PX നെറ്റ്വർക്കിൽ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള പുതിയ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഫ്യൂച്ചർ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ടോട്ടൽ മൈനിങ് ചെയ്യുന്ന കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് PX നെറ്റ്വർക്കും അതുപോലെ തന്നെ പൈക്കോയിനുമാണ്. പൈക്കോയിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് മുമ്പ് മറ്റൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ഒരു യൂട്യൂബ് ചാനൽ നിർഭാഗ്യവശാൽ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു ചാനൽ ടെർമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ പൈക്കോയിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ PX നെറ്റ്വർക്കിന്റെയും ഒരുപാട് വീഡിയോസും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് ചാനലാണ്. അപ്പൊ ഈ ഒരു ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പ് ഉണ്ട്, 3 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എന്ന് പറയും, അതായത് നമുക്ക് എന്ത് മണി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ നവീദ് ടെക് എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. പിന്നെ നമുക്ക് PX നെറ്റ്വർക്കിന്റെ എല്ലാ അപ്ഡേറ്റും ഷെയർ ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ പൈക്കോയിനുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ഒക്കെ അറിയിക്കുന്ന മറ്റൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു താങ്ക്സ് എങ്കിലും താഴെ കമന്റ് ചെയ്യാൻ നോക്കട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.